നമസ്കാരം, ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇടുക്കി മണ്ഡലത്തിലെ അന്തിമ വോട്ടർ പട്ടിക തയ്യാറായി. അന്തിമ വോട്ടർ പട്ടികയിലുള്ളത് 12,51,189 വോട്ടർമാരെന്ന ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ ഷീബ ജോർജ്. DMK-യുടെ പിന്തുണ സംബന്ധിച്ച് ഇടുക്കിയിൽ പുതിയ രാഷ്ട്രീയ നീക്കം. DMK-യുടെ പിന്തുണ ഉറപ്പുവരുത്താൻ കോൺഗ്രസ് നേതൃത്വം തമിഴ്നാട് PCC-യുമായി ചർച്ച നടത്തി. കോൺഗ്രസിന്റെ നീക്കം DMK ഇടുക്കി ജില്ലാ ഘടകം LDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ. വണ്ടിപ്പെരിയാർ മ്ലാമല പള്ളിക്കടയിൽ മദ്യലഹരിയിലുണ്ടായ തർക്കത്തിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് തേങ്ങാക്കൽ സെക്കൻഡ് ഡിവിഷനിൽ താമസിക്കുന്ന അശോക് കുമാർ. കട്ടപ്പന ഇരട്ട കൊലപാതക കേസിലെ പ്രതികളായ നിതീഷിനെയും വിഷ്ണുവിനെയും കാഞ്ചിയാർ കക്കാട്ടുകടയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കട്ടപ്പനയിൽ ഇറച്ചി കച്ചവടക്കാരുടെ കിടമത്സരത്തിനൊപ്പം നിന്ന ജനങ്ങളെ വിഡ്ഢികളാക്കി നഗരസഭയും. കഴിഞ്ഞ സാമ്പത്തിക വർഷം നഗരസഭയുടെ കീഴിലുള്ള മീറ്റ് സ്റ്റാൾ പ്രവർത്തിച്ചിരുന്നത് ഫിറ്റ്നസ് പോലുമില്ലാത്ത കെട്ടിടത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇടുക്കി മണ്ഡലത്തിലെ അന്തിമ വോട്ടർ പട്ടിക തയ്യാറായി. 12,51,189 വോട്ടർമാരാണ് വോട്ടർ പട്ടികയിലുള്ളതെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ ഷീബ ജോർജ് അറിയിച്ചു. ജില്ലയിലെ 5 മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം മണ്ഡലത്തിലെയും വോട്ടർമാരുൾപ്പെടെയുള്ള ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ കണക്കാണിത്. 12,51,189 വോട്ടർമാരാണ് വോട്ടർ പട്ടികയിലുള്ളതെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ ഷീബ ജോർജ് പറഞ്ഞു. 6,15,084 പുരുഷ വോട്ടർമാരും 6,35,064 സ്ത്രീ വോട്ടർമാരും 9 ഭിന്നലിംഗക്കാരും ഇതിൽ ഉൾപ്പെടുന്നു. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 12,797 പേരും 18-നും 19-നും ഇടയിൽ പ്രായമുള്ള 18,748 വോട്ടർമാരുമാണ് മണ്ഡലത്തിലുള്ളത്. ദേവികുളം, പീരുമേട്, ഇടുക്കി മണ്ഡലങ്ങളിൽ 1 വീതവും തൊടുപുഴ, മൂവാറ്റുപുഴ മണ്ഡലങ്ങളിൽ 3 വീതവുമാണ് ആകെ ഭിന്നലിംഗക്കാരുള്ളത്. 1032 സർവീസ് വോട്ടർമാരും ഉൾപ്പെടുന്നു. 10,041 ഭിന്നശേഷിക്കാരായ വോട്ടർമാരാണ് ഉള്ളത്. ദേവികുളം മണ്ഡലത്തിൽ 1,661 വോട്ടർമാർ, ഉടുമ്പൻചോലയിൽ 1,600 വോട്ടർമാർ, തൊടുപുഴയിൽ 1,629, ഇടുക്കിയിൽ 811, പീരുമേട്ടിൽ 1,638, മൂവാറ്റുപുഴയിൽ 1,304, കോതമംഗലത്ത് 1,398 എന്നിങ്ങനെയാണ് ഭിന്നശേഷിക്കാരായവരുടെ കണക്കുകൾ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയാതെ പോയവർക്ക് മാർച്ച് 25 വരെ അപേക്ഷ സമർപ്പിക്കുവാൻ അവസരം നൽകിയിരുന്നു. തുടർന്ന് പരിശോധനകൾക്ക് ശേഷമാണ് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. DMK-യുടെ പിന്തുണ സംബന്ധിച്ച് ഇടുക്കിയിൽ പുതിയ രാഷ്ട്രീയ നീക്കം. DMK-യുടെ പിന്തുണ ഉറപ്പുവരുത്താൻ കോൺഗ്രസ് നേതൃത്വം തമിഴ്നാട് PCC-യുമായി ചർച്ച നടത്തി. DMK ഇടുക്കി ജില്ലാ ഘടകം LDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ നീക്കം. കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ നിലപാട് വ്യക്തമാക്കി ജില്ലാ നേതൃത്വം രംഗത്ത് വന്നത്. പൂപ്പാറയിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരുന്നു LDF-നെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത്. തുടർന്ന് പ്രാദേശിക നേതൃത്വവുമായി കോൺഗ്രസ് ജില്ലാ നേതൃത്വം ചർച്ച നടത്തിയിരുന്നു. എന്നാൽ പിന്തുണ LDF-നെന്ന് അറിയിച്ചതോടെയാണ് തമിഴ്നാട് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയോട് ഇടപെടാൻ ആവശ്യപ്പെട്ടത്. അപ്പൊ DMK-യുടെ ഒരു സാങ്കേതികം മാത്രമാണ്. ഇപ്പൊ ഞങ്ങളും അവരുടെ നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുമായിട്ട് സംസാരിച്ചതനുസരിച്ചുകൊണ്ട് ആദ്യം അവരെ സമീപിച്ച ആള് എന്ന നിലയിൽ ആ കാര്യങ്ങൾ ചെയ്തു എന്ന രീതിയിൽ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാർ അവരെ സമീപിച്ചതായിട്ടാണ് നമ്മുടെ വിവരം, നമ്മുടെ അവിടെ ലോക്കലിലുള്ള നേതാക്കന്മാർ. പക്ഷേ അത് എന്തുകൊണ്ടോ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൽ സംഭവിച്ചു പോയതാണ്. അത് പക്ഷേ വ്യാപകമായി ഇപ്പോൾ കോൺഗ്രസുമായി ഏറ്റവും ഗാഢമായിട്ടുള്ള ബന്ധമാണ് DMK-ക്ക് ഉള്ളത്. ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത്തരത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളെയും തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ അതിനുള്ള ശക്തമായിട്ടുള്ള ശ്രമം തമിഴ്നാട് PCC-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നടത്തും. അത് ഏകപക്ഷീയമായി LDF-ന് ആ DMK വോട്ടുകൾ പോവില്ല, അവരെ ഞങ്ങളെയും സഹായിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. DMK ജില്ലാ നേതൃത്വവുമായും ചർച്ച നടത്തി വോട്ടുകൾ UDF പാളയത്തിൽ എത്തിക്കും. അതേസമയം LDF-ന് തന്നെയാണ് പിന്തുണയെന്നാണ് DMK ജില്ലാ ഘടകത്തിന്റെ നിലപാട്. വണ്ടിപ്പെരിയാർ മ്ലാമല പള്ളിക്കടയിൽ മദ്യലഹരിയിലുണ്ടായ തർക്കത്തിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. തേങ്ങാക്കൽ സെക്കൻഡ് ഡിവിഷനിൽ താമസിക്കുന്ന അശോക് കുമാറാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ പള്ളിക്കടയിൽ വെച്ചാണ് സംഭവം നടന്നത്. കഴിഞ്ഞ രാത്രി 11:30യോടുകൂടിയായിരുന്നു കൊലപാതകം. സെക്കൻഡ് ഡിവിഷനിൽ താമസിക്കുന്ന അശോക് കുമാറാണ് കൊല്ലപ്പെട്ടത്.
22 വയസ്സായിരുന്നു. സംഭവത്തിൽ പള്ളിക്കട സ്വദേശി സുബീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുബീഷ് പള്ളിക്കടയിൽ സൗണ്ട് സർവീസ് നടത്തുന്ന ആളാണ്. ഇയാളുടെ കടയ്ക്ക് മുൻപിൽ വെച്ചാണ് അശോക് കുമാറിനെ ചെറിയ കത്തി ഉപയോഗിച്ച ചങ്കിൽ കുത്തിയത്. തുടർന്ന് നാട്ടുകാർ അശോക് കുമാറിനെ പീരുമേട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും യാത്രാമധ്യേ മരണം സംഭവിക്കുകയായിരുന്നു. മദ്യലഹരിയിലാണ് കൊലപാതകം നടന്നതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. വണ്ടിപ്പെരിയാർ മ്ലാമല പള്ളിക്കടിയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ കസ്റ്റഡിയിലായ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതിയുടെയും മരിച്ച യുവാവിന്റെയും ബന്ധുക്കൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായ സന്ദർഭത്തിൽ പ്രദേശത്ത് പോലീസ് പെട്രോളിംഗും ഏർപ്പെടുത്തി. അശോക് കുമാറിന്റെ കൊലപാതകം ഉൾപ്പെടെ മ്ലാമല പ്രദേശത്ത് 3 വർഷത്തിനിടയിൽ നടക്കുന്ന 3ാമത്തെ കൊലപാതകമാണിത്. കഴിഞ്ഞ ദിവസം രാത്രി 11 കൂടിയായിരുന്നു മദ്യലഹരിയിലുണ്ടായ തർക്കത്തിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ 2ാം ഡിവിഷൻ പള്ളിക്കടയിൽ താമസിക്കുന്ന അശോക് കുമാറാണ് മരിച്ചത്. സംഭവത്തെ തുടർന്ന് നാട്ടുകാർ അശോക് കുമാറിനെ പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടെ മരണം സംഭവിച്ചിരുന്നു. സംഭവത്തിൽ മ്ലാമല പള്ളിക്കട സ്വദേശി സുധീഷിനെ വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതേ തുടർന്ന് പ്രതിയുമായി വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. അശോക് കുമാറിനെ കുത്തുവാൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്തു. ഇതോടൊപ്പം ഫോറൻസിക് സംഘവും സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. ഇതിനിടയിൽ പ്രതിയുടെയും കൊല്ലപ്പെട്ട യുവാവിന്റെയും ബന്ധുക്കൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി. ഇരുവരുടെയും വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. സംഘർഷ സാധ്യത നിലനിൽക്കെ വണ്ടിപ്പെരിയാർ പോലീസ് പ്രദേശത്ത് പെട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു പ്രതിയുമായി സംഭവസ്ഥലത്തെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വണ്ടിപ്പെരിയാർ പോലീസ് അന്വേഷിച്ചു വരികയാണ്. പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന കൊല്ലപ്പെട്ട അശോക് കുമാറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളായ നിതീഷിനെയും വിഷ്ണുവിനെയും കാഞ്ചിയാർ കക്കാട്ടുകടയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതികൾ ഈ വീട്ടിൽ താമസിച്ചിരുന്നവരാണെന്ന് സമീപവാസികളുടെ സാന്നിധ്യത്തിൽ സ്ഥിരീകരിക്കുന്നതിനായാണ് പ്രതികളെ എത്തിച്ചതെന്നാണ് സൂചന. മുഖ്യപ്രതി നിതീഷിനെയും 2ാം പ്രതി വിഷ്ണുവിനെയും 3 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം നിതീഷിനെ കട്ടപ്പന ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ടെലികോം കമ്പനിയുടെ ബ്രാഞ്ചിൽ തെളിവെടുപ്പിനായി എത്തിച്ചിരുന്നു. നിതീഷിന്റെ ഇമെയിൽ വിവരങ്ങളുമായി ബന്ധപ്പെട്ട മൊബൈൽ നമ്പർ കാലഹരണപ്പെട്ടത് വീണ്ടെടുത്ത് തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അന്ന് തെളിവെടുപ്പിനായി എത്തിച്ചത്. കട്ടപ്പന CI സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. 2 പ്രതികളുടെയും കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ കേസന്വേഷണത്തിന്റെ ഭാഗമായി ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് സൂചന. കട്ടപ്പനയിൽ ഇറച്ചി കച്ചവടക്കാരുടെ കിട മത്സരത്തിനൊപ്പം നിന്ന് ജനങ്ങളെ വിഡ്ഢികളാക്കി നഗരസഭയും. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഫിറ്റ്നസ് പോലുമില്ലാത്ത കെട്ടിടത്തിലാണ് നഗരസഭയുടെ കീഴിലുള്ള മീറ്റ് സ്റ്റാൾ പ്രവർത്തിച്ചിരുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നില്ല. ഇത്തവണ മീറ്റ് സ്റ്റാളിന്റെ നടത്തിപ്പ് പുതിയ കരാറുകാരൻ ഏറ്റെടുത്തതോടെയാണ് പ്രതിസന്ധികൾക്ക് തുടക്കം. കരാറുകാരൻ താൽക്കാലിക ഷെഡിൽ ഏപ്രിൽ 1 മുതൽ ഇറച്ചി വ്യാപാരം ആരംഭിച്ചിരുന്നു. മുൻപ് 350 രൂപയ്ക്ക് വിറ്റിരുന്ന ഇറച്ചിയുടെ വില 4-ാം തീയതി മുതൽ 300 രൂപയാക്കിയും കുറച്ചു. ഇതോടെ കട്ടപ്പനയ്ക്ക് പുറമെ നരിയമ്പാറയിൽ 280 രൂപയാക്കി വില കുറച്ചു. വില കുറച്ചതോടെ കച്ചവടവും പൊടിപൊടിച്ചു. എന്നാൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സർട്ടിഫിക്കറ്റിലെന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം മീറ്റ് സ്റ്റാൾ പൂട്ടി. കോടതിയിൽ കേസുകൾ നിലനിൽക്കുന്നതിനാൽ സ്റ്റാൾ താൽക്കാലികമായി അടച്ചിടുകയാണെന്ന് വ്യക്തമാക്കി നടത്തിപ്പുകാരൻ നഗരസഭയ്ക്ക് കത്ത് നൽകുകയായിരുന്നു. എന്നാൽ 6-ാം തീയതി മീറ്റ് സ്റ്റാൾ വീണ്ടും തുറന്നു. ഇതോടെയാണ് വിഷയം ചർച്ച ചെയ്യാൻ നഗരസഭയിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നത്. വില കുറച്ചതും കൂട്ടിയതും കരാറുകാരനാണെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി പറഞ്ഞു. മുനിസിപ്പാലിറ്റിയിൽ നിന്നോ മറ്റോ യാതൊരു കേന്ദ്രങ്ങളിൽ നിന്നോ നിർത്തണമെന്ന് അല്ലെങ്കിൽ കൂട്ടണമെന്ന് യാതൊരു ഉത്തരവും ലഭിക്കാതെ കരാറുകാരൻ സ്വന്തം നിലയ്ക്ക് കട നിർത്തിയ സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ മാധ്യമങ്ങളിൽ പലപ്പോഴും അതില്ലാത്തതുകൊണ്ട് ഇതില്ല എന്നൊക്കെ പറഞ്ഞ് കൂട്ടാൻ നിർദ്ദേശം കൊടുത്തു എന്ന വ്യാജ വാർത്ത വ്യാപകമായി പ്രചരിച്ച സാഹചര്യം ഉണ്ടായി. മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട യാതൊരു ഡിപ്പാർട്ട്മെൻറ്റുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഫോറത്തിലും അങ്ങനെ ഒരു ഉത്തരവ് ലഭിച്ചിട്ടില്ല. ആയത് ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം പരിഗണിച്ചു. കരാറുകാരനുമായി സംസാരിച്ചിട്ടുണ്ട്. മാംസ സ്റ്റാള് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങളിൽ കുറവെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ഉള്ള ആവശ്യമായ കാര്യങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ കോടതിയിൽ കേസ് സംബന്ധിച്ച് കോടതിയിലെ കേസിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശം പൂർണ്ണമായും മുനിസിപ്പാലിറ്റി അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അത് കോടതിയിലെ കേസിന് ഇതിനു മുമ്പും എത്രയോ കേസുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ ഇറച്ചിക്കട ലേലം ചെയ്ത് കൊടുത്തപ്പോൾ
ഈ ഇറച്ചിക്കടയ്ക്കെതിരെ എത്രയോ കേസുകൾ വന്നു. ആ ഒരു വർഷക്കാലം ആ കേസുകളെ മൊത്തം ഡിഫെൻഡ് ചെയ്തത് മുനിസിപ്പാലിറ്റിയാണ്. അന്ന് ആ കരാറുകാരന് ഒരു ദോഷവും വരാതെ കഴിഞ്ഞ സാമ്പത്തിക വർഷമായ അവസാനിച്ച മാർച്ച് 31 വരെ യാതൊരു കുഴപ്പവുമില്ലാതെ ഇറച്ചിക്കട നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് കോടതിയിൽ പൂർണ്ണമായി സജ്ജമായി മുനിസിപ്പാലിറ്റി നിന്നിട്ടുണ്ട്. ഇത്തവണയും മുനിസിപ്പാലിറ്റിയുടെ സമീപനം അതാണ്. മുനിസിപ്പാലിറ്റി ലേലം ചെയ്തു കൊടുത്ത ഒരു സ്ഥാപനം എന്ന നിലയിൽ അത് സംരക്ഷിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും അതുമായി ബന്ധപ്പെട്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനും ആവശ്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ അവിടുത്തെ ഇറച്ചിക്കട പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചിരിക്കുക. പക്ഷേ ഇലക്ഷൻ ചട്ടം നിൽക്കുന്നതുകൊണ്ട് ടെൻഡർ ചെയ്യുന്നതിനോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ചെറിയ ഡിലേ വരുന്നത്. അല്ലെങ്കിൽ ഉറപ്പായും ആ ഇറച്ചിക്കടയുടെ ഭൗതിക സാഹചര്യങ്ങൾ മാറ്റി അത് ഉള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കും. മീറ്റ് സ്റ്റാൾ തുറന്നെങ്കിലും വിലക്കുറവ് പ്രതീക്ഷിച്ച് ഇറച്ചി വാങ്ങാനെത്തിയവർക്ക് ഇതും തിരിച്ചടിയായി. 350 രൂപയാക്കി വീണ്ടും ഇറച്ചി വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അസോസിയേഷന്റെ തീരുമാനപ്രകാരമാണ് വില കൂട്ടിയതെന്ന വാദമാണ് നടത്തിപ്പുകാർ പറയുന്നത്. അതിനിടെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ സ്റ്റാൾ പരിശോധിക്കുകയും ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തുകയും ചെയ്തു. അടച്ചു പൂട്ടാതിരിക്കാനുള്ള കാരണം 7 ദിവസത്തിനകം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസും നൽകിയിട്ടുണ്ട്. നോട്ടീസ് കിട്ടിയതോടെ അടച്ചു സ്റ്റാൾ പിറ്റേന്നു തന്നെ വില കൂട്ടിക്കൊണ്ട് തുറക്കുന്ന സമീപനമാണ് നടത്തിപ്പുകാർ സ്വീകരിച്ചത്. വന്യമൃഗശല്യത്തിനെതിരെ ഉപ്പുതറ കാക്കത്തോട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ഉപരോധ സമരം സംഘടിപ്പിച്ചു. LDF വളകോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജനങ്ങളെ അണിനിരത്തി ഉപരോധം സംഘടിപ്പിച്ചത്. ഉപ്പുതറ, പാലക്കാവ്, മുത്തമ്പടി തുടങ്ങിയ പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം അതിരൂക്ഷമാണ്. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്യമൃഗശല്യം തടയുന്നതിൽ നിസ്സംഗത പാലിക്കുന്നതിനെതിരെയാണ് കാക്കത്തോട് സെക്ഷൻ വനംവകുപ്പ് ഓഫീസിലേക്ക് ഉപരോധ സമരം നടത്തിയത്. LDF വളകോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനങ്ങളെ അണിനിരത്തിയായിരുന്നു സമരം. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം സജിമോൻ ടൈറ്റസ് സമരം ഉദ്ഘാടനം ചെയ്തു. മുത്തമ്പടിയും പാലക്കാവും കോതപാറയും അടങ്ങുന്ന പ്രദേശത്ത് നിരന്തരമായി കാട്ടാനയുടെ കടന്നുകയറ്റം സംഭവിക്കുകയും കൃഷിദേഹണ്ഡങ്ങൾ പരിപൂർണമായി നശിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലിപ്പോൾ ഉള്ളത്. അതുമാത്രമല്ല, രാത്രികാലങ്ങളിൽ സമാധാനപരമായി കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 11:30 കൂടിയാണ് മുത്തമ്പടി ഭാഗത്ത് കാട്ടാന ആക്രമണം നടത്തുകയും കൃഷിദേഹണ്ഡങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ അടിയന്തര പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് യുദ്ധകാല അടിസ്ഥാനത്തിൽ 2ാം ഘട്ടമെന്ന നിലയിൽ അതേ ഫോറസ്റ്റ് സ്റ്റേഷന് മുമ്പിൽ നമ്മൾ സമരം നടത്താൻ വീണ്ടും തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം കാട്ടാനയടക്കം കൃഷിയിടത്തിൽ ഇറങ്ങിയതോടെ വ്യാപകമായ കൃഷിനാശമാണ് മേഖലയിൽ ഉണ്ടായത്. കൂടാതെ ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് പ്രദേശവാസികളിൽ ആശങ്കയും സൃഷ്ടിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ നിസ്സംഗത വെടിഞ്ഞ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ മെയ് 4-ാം തീയതി മുതൽ തുടർ സമരങ്ങൾ നടത്താനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ജോമോൻ മാത്യു, ഷാജി VP എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കട്ടപ്പന നഗരത്തിലെ തെരുവോര കച്ചവടം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് ഭാരവാഹികൾ നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ശനി, ഞായർ ദിവസങ്ങളിൽ നടത്തുന്ന വഴിയോര കച്ചവടം വ്യാപാരികൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. കോവിഡ് തീർത്ത പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഇതുവരെ വ്യാപാര മേഖലയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കൂടാതെ നാണ്യവിളകളുടെ വിലത്തകർച്ചയും തിരിച്ചടിയായിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് യാതൊരു രേഖകളുമില്ലാതെ വഴിയോര കച്ചവടം നടത്തുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നത്. ശനി, ഞായർ ദിവസങ്ങളിൽ നഗരത്തിൽ വ്യാപകമാകുന്ന തെരുവോര കച്ചവടം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള വ്യാപാരി വ്യവസായി സമിതി നിവേദനം നൽകിയതെന്ന് യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു. ഒരു ദിവസം വ്യാപാരം മുമ്പോട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ശനി, ഞായർ ദിവസങ്ങളിലെ അന്യസംസ്ഥാന തൊഴിലാളികളടക്കം കട്ടപ്പനയിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു സമയത്ത് ആ ദിവസം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ശനി, ഞായർ ദിവസങ്ങളിൽ കുന്തളംപാറ റോഡിൽ അന്യസംസ്ഥാനത്തു നിന്ന് ഒക്കെ വന്ന് അവിടെ ഫുട്പാത്ത് വ്യാപാരം ചെയ്ത് അത് വ്യാപാരികളെ ശരിക്കും ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കട്ടപ്പന ടൗണിൽ ഒരു കടയുടെ മുമ്പിൽ ഒരു വാഹനം നിർത്തി ഒരു സാധനം വാങ്ങിക്കൊണ്ട് തിരികെ പോകുന്ന സമയം കൊണ്ട് പോലീസ് അതിനെ പെറ്റി കൊടുക്കുന്നൊരു സന്ദർഭമുണ്ട്. ഇത് രാവിലെ മുതൽ ഈ ഗുഡ്സ് ആപ്പെ പോലുള്ള വാഹനങ്ങളിൽ കൊണ്ടുവന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ സഞ്ചാര
സ്വാതന്ത്ര്യം വരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പല വ്യാപാരങ്ങളും കട്ടപ്പനയിൽ നടത്തി വരുന്നുണ്ട്. അതിന് പോലീസോ നഗരസഭയുടെ ഭാഗത്തുനിന്നോ യാതൊരു നിയമ നടപടികളും നാളിതുവരെയായിട്ടും ഉണ്ടാകുന്നില്ല. ഇത് കേരള വ്യാപാരി വ്യവസായി സമിതി ഇതിനകത്ത് ശക്തമായിട്ട് എതിർക്കുകയാണ്. ഇതിനൊരു നടപടിക്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ കട്ടപ്പനയിലെ കംപ്ലീറ്റ് വ്യാപാരികളും അവരുടെ ഷട്ടറുകൾ താത്ത് ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ലൈസൻസ് എടുക്കുകയോ മറ്റ് മുനിസിപ്പാലിറ്റി ആവശ്യപ്പെടുന്ന നിയമപ്രകാരമുള്ള ഒരു രേഖകളും കൈവശം വെക്കാതെ ഈ തെരുവോര വ്യാപാരികളെ പോലെ തന്നെ വ്യാപാരം ചെയ്യേണ്ടതായിട്ട് വരും. ഞങ്ങളും ഞങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളുടെ ഷട്ടറുകൾ അടച്ച് ഞങ്ങളുടെ സാധനങ്ങളെടുത്ത് തെരുവോരത്തോട്ട് വെച്ച് അവിടെ വ്യാപാരം ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലോട്ട് ഞങ്ങളെ എത്തിക്കരുത്. അതിനുവേണ്ട നടപടിക്രമങ്ങൾ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ എടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് ജേക്കബ്, സെക്രട്ടറി ലൂയിസ് വേഴമ്പത്തോട്ടം, വി എ കുഞ്ഞുമോൻ, പി കെ സഞ്ജീവ് എന്നിവർ ആവശ്യപ്പെട്ടു. KSEB ഉപ്പുതറ സബ്സ്റ്റേഷന് കീഴിൽ വൈദ്യുതി മുടക്കം പതിവാകുന്നു. പൊതുജനങ്ങൾക്ക് മുൻകൂർ അറിയിപ്പ് നൽകാതെയാണ് വൈദ്യുതി മുടങ്ങുന്നതെന്നും KSEB അധികൃതരെ വിളിച്ച് വിവരം അന്വേഷിക്കുമ്പോൾ സ്വീകാര്യമല്ലാത്ത മറുപടിയാണ് ലഭിക്കുന്നതെന്നുമാണ് പരാതി. നാളുകളായി മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയാണ് അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം. മുൻകാലങ്ങളിൽ വൈദ്യുതി തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ മുൻകൂർ മൊബൈൽ മെസ്സേജ് വഴിയും ദൃശ്യമാധ്യമങ്ങൾ വഴിയും പൊതുജനങ്ങൾക്ക് അറിയിപ്പുകൾ ലഭിച്ചിരുന്നു. എന്നാൽ ഏതാനും നാളുകളായി ഇത്തരത്തിൽ അറിയിപ്പുകൾ നൽകാതെയാണ് വൈദ്യുതി വിതരണത്തിൽ തുടർച്ചയായി തടസ്സം ഉണ്ടാക്കുന്നതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. അടുത്ത കാലങ്ങളിൽ ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള നമ്മുടെ പ്രകൃതിയുടെ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഭൂമിയിൽ അതിശക്തമായിട്ടുള്ള ചൂടും അതിഭയങ്കരമായിട്ടുള്ള ഉഷ്ണങ്ങളും നിലനിൽക്കുന്ന ഈ സമയത്ത് നമ്മുടെ KSEB എന്ന് പറയുന്ന വൈദ്യുതി ബോർഡ്, ആ വൈദ്യുതി ബോർഡ് ഓരോ ദിവസങ്ങളിൽ നിരവധി പ്രാവശ്യങ്ങളിലാണ് വൈദ്യുതി മുടക്കുന്നത്. അങ്ങനെ വൈദ്യുതി മുടക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സംഭവം എന്ന് പറയുന്നത് മനുഷ്യന് വെളിയിലെങ്ങും ഒരു മരച്ചോട്ടിപ്പോലും നിന്നാൽ പോലും ഈ ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കൊച്ചു കുഞ്ഞുങ്ങളടക്കമുള്ള കുഞ്ഞുങ്ങൾ ഓരോ വീടുകളിൽ കിടന്ന് കാലും കൈയിട്ട് അടിക്കുകയാണ്. ആ സമയത്താണ് ഇവർ ഈ വൈദ്യുതി മുടക്കമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ പാത നടക്കുന്നു, ആ പാതയിൽ പോസ്റ്റ് മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിവസം തോറും ഈ വൈദ്യുതി ഒരു ദിവസം നിരവധി പ്രാവശ്യങ്ങളിലാണ് ഈ വൈദ്യുതി മുടക്കുന്നത്. അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വിളിച്ചു ചോദിച്ചാൽ അതിനെ സംബന്ധിച്ച് പറയുകയോ അല്ലെങ്കിൽ അതിന് മറുപടി പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇവർ വൈദ്യുതി മുടങ്ങുന്നത് പോസ്റ്റ് മാറ്റലാണ് എന്നാണ് പറയുന്നത്. പക്ഷേ നിരന്തരമായിട്ടിത് ഒരു ദിവസം 8, 10, 15 പ്രാവശ്യങ്ങളിലാണ് വൈദ്യുതി മുടങ്ങുന്നത്. അങ്ങനെ അത് ആളുകളെ വളരെയേറെ ഈ സമയത്ത് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ വെന്തുരുകുന്ന ഈ സമയത്ത്. നമ്മൾ പറയുന്ന സമയങ്ങളിൽ അവരുടെ പൈസ അടച്ചില്ലെന്ന് വലിയ കൃത്യസമയത്ത് വന്ന് പാവങ്ങളുടെ ആണെങ്കിലും ഫീസ് ഊരിക്കൊണ്ട് പോകുന്ന കാര്യത്തിൽ അവർ വളരെ കറക്റ്റാണ്. പക്ഷേ ഈ വൈദ്യുതി നമുക്ക് സമയത്ത് നൽകാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കണം എന്നാണ് പറയാനുള്ളത്. ചൂട് കൂടിയ സാഹചര്യത്തിൽ ഫാനും AC-യും മറ്റും ഉപയോഗിച്ചാണ് ആളുകൾ ഓഫീസുകളിലും വീടുകളിലും കഴിയുന്നത്. ഒപ്പം രാത്രിയിലടക്കം വൈദ്യുതി മുടങ്ങുന്നത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. സ്ഥിരമായി വൈദ്യുതി മുടങ്ങുന്നതിൽ KSEB അധികൃതരെ വിളിച്ച് കാര്യം അന്വേഷിക്കുമ്പോൾ മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പോസ്റ്റ് മാറുന്നതിനാലാണ് എന്ന ന്യായമാണ് മറുപടിയായി ലഭിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. സ്വീകാര്യമല്ലാത്ത മറുപടി നൽകുന്നതിനോടൊപ്പം ധിക്കാരപരമായ പെരുമാറ്റമാണ് KSEB ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. അടിക്കടി വൈദ്യുതി മുടങ്ങുന്നതോടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലടക്കം കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. കൂടാതെ വൈദ്യുതിയുടെ അഭാവത്തിൽ ഓഫീസുകളിലെയും വീടുകളിലെയും പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നുവെന്ന പരാതിയും ഉയരുന്നുണ്ട്. ഉപ്പുതറയുടെ ഉൾമേഖലയിലടക്കം ദീർഘനാളുകൾ വൈദ്യുതി മുടങ്ങിയതിനു ശേഷമാണ് അധികൃതർ അവ പുനഃസ്ഥാപിക്കുന്നതെന്ന പരാതിയും ഉയരുന്നു. തൽസ്ഥിതി തുടർന്നാൽ പ്രദേശവാസികൾ ഒന്നടങ്കം വൈദ്യുതി വകുപ്പ് മന്ത്രിക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി നൽകാനൊരുങ്ങുകയാണ്. നെടുങ്കണ്ടം മുണ്ടിയിരുമയിൽ തീപിടുത്തത്തിൽ കനത്ത നാശം. 6 കർഷകരുടെ കൃഷിഭൂമി നശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് മുണ്ടിയിരുമ അമ്മാവൻപടിയിൽ തീപിടുത്തമുണ്ടായത്. കൃഷിഭൂമിക്ക് സമീപത്തെ പാറയിലെ പുല്ല് കത്തുകയും കൃഷിഭൂമിയിലേക്ക് പടരുകയുമായിരുന്നു. വളരെ വേഗം തീ ആളിപ്പടർന്നതിനാൽ പെട്ടെന്ന് അണയ്ക്കാൻ സാധിച്ചില്ല. പിന്നീട് നാട്ടുകാർ കൃഷിക്കായി ശേഖരിച്ചിരുന്ന വെള്ളവും പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് കുടിവെള്ള വിതരണത്തിനായി കൊണ്ടുവന്ന വെള്ളവും ഉപയോഗിച്ച മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് തീ അണച്ചത്. ഇത് നമ്മുടെ ദേവഗിരി ഭാഗത്തുള്ള അനസ് എന്ന് പറയുന്ന ഈ കർഷകന്റെ ഒരു 1/2 ഏക്കറോളം ഭൂമി കത്തിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പുറത്ത് ബിജു എന്നയാളുടെ ഏലം ഉൾപ്പെടെയുള്ള കൃഷി കത്തി നശിക്കുന്ന സാഹചര്യം ഉണ്ടായി. മുകളിൽ നമ്മുടെ പ്രസാദിന്റെ അതുപോലെ തന്നെ കത്തി നശിക്കുന്ന സാഹചര്യം ഉണ്ടായി. നാട്ടുകാർ ഗണേശന്റെ വീട് ചുറ്റുഭാഗം പൂർണ്ണമായും കത്തുന്ന സാഹചര്യമുണ്ടായി. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൽ നിന്നും 5000-ഓളം ലിറ്റർ വെള്ളം
ഇവിടെ എത്തിച്ച് ഈ തീ അണയ്ക്കുന്നതിന് മുഴുവൻ ആളുകളും ഒന്നായി നിന്ന് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. പ്രദേശവാസികളായ 6 കർഷകരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ കൃഷി പൂർണ്ണമായും കത്തിനശിച്ചു. ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങിയ വിളകളാണ് നശിച്ചത്. ജലവിതരണത്തിനായി സ്ഥാപിച്ചിരുന്ന ഹോസുകളും നശിച്ചു. കട്ടപ്പന നഗരസഭയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരവുമായി നഗരസഭ. കുടിവെള്ളം ആവശ്യമായ വാർഡുകളിൽ വെള്ളം എത്തിച്ചു തുടങ്ങി. വേനൽ കടുത്തതോടെ കട്ടപ്പന നഗരസഭയുടെ വിവിധ മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ഇതേ തുടർന്നാണ് അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി പരിഹാരം കണ്ടത്. ദിവസവും 1,20,000 ലിറ്റർ വെള്ളമാണ് വിതരണം ചെയ്യുന്നത്. ഇതിനായി 4 വാഹനങ്ങളും തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ എല്ലാ വാർഡിലും വേണ്ടുവോളം വെള്ളം കൊടുക്കാനുള്ള തീരുമാനമാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഒരു പോരാഴികയില്ലാതെ കൊണ്ട് വെള്ളം എല്ലാ വാർഡിലും എല്ലാവർക്കും എത്തത്തക്ക രീതിയിൽ വെള്ളം എത്തിക്കാനുള്ള എല്ലാ നടപടിയും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ പുളിയന്മല, പൂവേഴ്സ് മൗണ്ട്, വലിയ തോവാള, കാനാട്ട് ജംഗ്ഷൻ, കല്യാണത്തണ്ട്, കൗന്തി, കാനപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ ആദ്യം വെള്ളം എത്തിക്കും. CBI അന്വേഷണം നടത്തുകയും വിവിധ കോടതികളിൽ കെട്ടിക്കിടക്കുന്നതുമായ ആയിരക്കണക്കിന് അഴിമതി കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യൻ ആന്റി കറപ്ഷൻ മിഷൻ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. ദേശീയ ചെയർമാൻ PR വിശ്വനാഥൻ നായർ അധ്യക്ഷനായിരുന്നു. ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡോക്ടർ രാജീവ് രാജധാനി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റായി ഷിബു കിത്തമ്പിയെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി PT ശ്രീകുമാറിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. റോബിൻ ബെസുഡമ, ബേബി ഗിരീഷിനെ പുരസ്കാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. ഉപ്പുതറ ബൈപ്പാസ് റോഡിന് സമീപം നിർമ്മിച്ച സ്ത്രീ സൗഹൃദ ശൗചാലയം ഉടൻ പ്രവർത്തനക്ഷമമാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ്. വെള്ളമടക്കമുള്ള സംവിധാനങ്ങൾക്ക് ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റിയുടെ അനുമതി ലഭിക്കാനുള്ള കാലതാമസമാണ് വെല്ലുവിളി സൃഷ്ടിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. വെള്ളവും വൈദ്യുതിയും അടക്കമുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ 4 വർഷം മുമ്പ് നിർമ്മിച്ച സ്ത്രീ സൗഹൃദ ശൗചാലയമാണ് വെറുതെ കിടന്ന് നശിക്കുന്നത്. 2019-20 ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് 5 ലക്ഷം രൂപ ചിലവഴിച്ച് സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപം ശൗചാലയം നിർമ്മിച്ചത്. എന്നാൽ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് 4 വർഷം പിന്നിടുമ്പോഴും ശൗചാലയം പ്രവർത്തനക്ഷമമാക്കാൻ അധികൃതർക്ക് സാധിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് നിരവധി മാധ്യമ വാർത്തയടക്കം പുറത്തുവരികയും ചെയ്തു. നിലവിൽ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റിയുടെ അനുമതി ലഭ്യമാകാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നും അനുമതി ലഭ്യമാക്കി ഉടൻ ശൗചാലയം പ്രവർത്തനക്ഷമമാക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിലെ 2019-20 കാലഘട്ടത്തിലെ മുൻ ഭരണസമിതിയുടെ കാലത്താണ് ഉപ്പുതറ ബൈപ്പാസ് റോഡിന് സമീപം ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിച്ചത്. എന്നാൽ അതിന് വാട്ടർ കണക്ഷനും അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ സമിതി വർഷം തന്നെ അതിനുള്ള ബജറ്റിൽ ഇതിന് വേണ്ട സംവിധാനങ്ങൾ വെച്ചിരുന്നു. അത് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് നമുക്ക് കൊടുക്കാനുള്ള അനുമതി ലഭിച്ചാൽ തന്നെ നമുക്കത് നിർമ്മിക്കാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ സെപ്റ്റിക് ടാങ്ക് അനുമതി സംവിധാനങ്ങളായിട്ട് നിർമ്മിക്കാനായിട്ട് നമ്മൾ പഞ്ചായത്ത് ഫണ്ട് കൈകാര്യം വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ ആയി വരുന്നത് എത്രയും വേഗം തന്നെ അത് പൂർത്തീകരിച്ച് അത് യോഗ്യമാക്കാനുള്ള നിർമ്മിക്കണമാണ് നിലവിൽ ശൗചാലയം കാടുകയറി നശിക്കുകയാണ്. ഒപ്പം ഇവിടെ സാമൂഹിക വിരുദ്ധ ശല്യവും രൂക്ഷമായി. കെട്ടിടം കാടുകയറി കിടക്കുന്നതിനാൽ ഇഴജന്തുക്കളുടെ സാന്നിധ്യവുമുണ്ട്. നിലവിൽ ഉപ്പുതറ ടൗണിലെത്തുന്ന ആളുകൾക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ ഒരു സംവിധാനങ്ങളുമില്ല. ഉപയോഗശൂന്യമായി കിടക്കുന്ന ശൗചാലയം പ്രവർത്തനക്ഷമമാകുന്നതോടെ ജനങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള പ്രതിസന്ധിക്കാണ് പരിഹാരമാകുന്നത്. അയ്യപ്പൻകോവിൽ ചപ്പാത്ത് പച്ചക്കാട് റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന് യാത്രാക്ലേശം രൂക്ഷം. മുൻപ് PMGSY പദ്ധതിയിൽ നിർമ്മിച്ച റോഡാണ് തകർന്ന് ഗതാഗതം ദുഷ്കരമായിരിക്കുന്നത്. തോട്ടം കാർഷിക മേഖലയിലൂടെ കടന്നുപോകുന്ന റോഡാണ് ചപ്പാത്ത് പച്ചക്കാട് മരുതുംപേട്ട റോഡ്. അയ്യപ്പൻകോവിൽ ചപ്പാത്ത് പച്ചക്കാട് മരുതുംപേട്ട റോഡിന്റെ സിമന്റ് പാലം മുതൽ മരുതുംപേട്ട വരെയുള്ള ഭാഗം 15 വർഷം മുമ്പ് PMGSY പദ്ധതിയിലാണ് നിർമ്മിച്ചത്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച റോഡ് ഇപ്പോൾ ഗതാഗത യോഗ്യമല്ല. റോഡിലെ വിവിധ ഭാഗങ്ങളിൽ ടാറിംഗ് ഇളകി വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു. സ്കൂൾ ബസ്സുകൾ, ഓട്ടോറിക്ഷകളെല്ലാം ഇവിടെ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. ഇതുവഴി ഓട്ടം പോയാൽ ലഭിക്കുന്ന കൂലി വാഹനം പണിയാൻ പോലും തികയില്ലെന്ന് ടാക്സി ഡ്രൈവർമാർ പറയുന്നു. നാട്ടുകാർ ഈ റോഡിന്റെ ദുരവസ്ഥ സംബന്ധിച്ച് നിരവധി പരാതികൾ അധികൃതർക്ക് മുൻപിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനിടെ പച്ചക്കാട് ഭാഗത്ത് കുറച്ചു ഭാഗം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ നാളിൽ ടാർ ചെയ്തിരുന്നു. കൂടുതൽ തകർന്ന ഭാഗങ്ങൾ ഒഴിച്ചിട്ട ടാറിംഗ് പൊളിയാത്ത ഭാഗത്താണ് പുതുതായി ടാറിംഗ് നടത്തിയതെന്ന ആക്ഷേപവും ഉയർന്നു. ഒപ്പം കോൺക്രീറ്റ് പണിയിലും ആരോപണം ഉയരുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ നിർമ്മിച്ച റോഡുകളിൽ ഏറ്റവും നന്നായി നിർമ്മിച്ച ഒരു റോഡായിരുന്നു സിമന്റ് പാലം മുതൽ മരുതുംപേട്ട ജംഗ്ഷൻ വരെയുള്ള ഈ റോഡിൻ്റെ നിർമ്മാണം. വളരെ നന്നായി തന്നെ അത് ഏറ്റെടുത്ത കരാറ് പണിക്കാർ സെൻറ്റ് ജോർജ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് കമ്പനിയാണ് ഈ പണി പൂർത്തീകരിച്ചത്. എന്നാൽ തുടർന്ന് ഇങ്ങോട്ട് ഒരു വട്ടം ജില്ലാ പഞ്ചായത്ത് ചെറിയ മെയിൻ്റനൻസ് നടത്തിയതിനപ്പുറം ഈ കഴിഞ്ഞ 9 വർഷം 10 വർഷക്കാലത്തിനിടയിൽ ഈ റോഡിൻ്റെ
മെയിൻ്റനൻസ് ഗ്രാൻഡ് വെച്ചുകൊണ്ട് അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. മാറി മാറി വരുന്ന പഞ്ചായത്തുകളും ഇവിടെ ഇരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അടക്കം ഇതിന് വേണ്ടുന്ന ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ഇല്ല എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. ഈ വാർഡിൻ്റെ പ്രതിനിധിയായി ഇപ്പോൾ ഇരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ വാർഡിൻ്റെ ഭാഗത്തെ കുറേ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് അത് കുറേ ഭാഗം ടാറിങ് നടത്തി എന്നതിനപ്പുറം അവിടെയും ഒരു പ്രശ്നം നിലനിൽക്കുന്നു. ടാറിങ് നടത്തേണ്ട സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് നടത്തുവാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥ കൃത്യമായി അവരുടെ മാനുവലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് അവർ ചെയ്തതിനെ നമ്മൾ അധിക്ഷേപിക്കുകയല്ല, അത്രയെങ്കിലും ചെയ്തല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നു. പക്ഷേ ഇപ്പോൾ സിമന്റ് പാലം മുതൽ മരുതംപേട്ട വരെയുള്ള പല ഭാഗങ്ങളിലും ഏതാണ്ട് കിലോമീറ്ററുകളോളം റോഡുകൾ കുണ്ടും കുഴിയുമായി തകർന്ന് വാഹനങ്ങൾക്കോ യാത്രക്കാർക്കോ നടക്കുവാൻ കഴിയാത്ത വലിയ ഒരു സാഹചര്യമുണ്ട്. അടിയന്തര ശ്രദ്ധ ഈ വിഷയത്തിൽ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പർ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷ കൂടിയാണ്. അപ്പോൾ പൊതുമരാമത്ത് ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ വ്യഗ്രത കാണിക്കുവാനുള്ള സാഹചര്യമുള്ളതിനാൽ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഈ വിഷയത്തിൽ വേണ്ടുന്ന ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണണം. PMGSY പദ്ധതി നിർമ്മിച്ച റോഡ് അറ്റകുറ്റപ്പണി നടത്തേണ്ടത് ജില്ലാ പഞ്ചായത്താണ്. എന്നാൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. അയ്യപ്പൻകോവിൽ ചപ്പാത്ത് സെന്റ് ജോർജ് യാക്കോബായ ദേവാലയത്തിൽ വെക്കേഷൻ ബൈബിൾ ക്ലാസ് ആരംഭിച്ചു. ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ഐസക് കുളമ്പയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാനവും വിനോദവും സമന്വയിപ്പിച്ചുകൊണ്ടാണ് കുട്ടികൾക്ക് അധ്യാപകർ വെക്കേഷൻ ക്ലാസുകൾ നൽകുന്നത്. മലകര യാക്കോബായ സിറിയൻ സെൻട്രൽ സ്കൂൾ അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ മധ്യവേനൽ അവധിക്കാലത്ത് എല്ലാ വർഷങ്ങളും നടത്തുന്ന പോലെ ഈ വർഷവും VBS സംഘടിപ്പിക്കുകയാണ്. ചപ്പാത്ത് സെന്റ് ജോർജ് യാക്കോബായ സിറിയൻ സെൻട്രൽ സ്കൂളിൽ ഇത്തവണ 4, 5, 6 തീയതികളിൽ 3 ദിവസങ്ങളിലായിട്ട് VBS സംഘടിപ്പിച്ചു വരുന്നു. ഇത്രയും പ്രധാനപ്പെട്ട വികാരി ക്ലിമീസ് അച്ഛൻ്റെയും അതുപോലെ തന്നെ സഹവികാരി ഐസക് അച്ഛൻ്റെയും നേതൃത്വത്തിലാണ് ഇത്തവണത്തെ VBS സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 45ഓളം കുട്ടികളായി VBS പങ്കെടുത്തു വരുന്നു. കഥകളും കവിതകളും അതുപോലെ തന്നെ പാട്ടുകളുമായിട്ട് ഈ വർഷം VBS വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസുകളാണ് നടക്കുക. പരിപാടിയുടെ ഉദ്ഘാടനം ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ഐസക് കൊളമ്പേൽ നിർവഹിച്ചു. വിവിധ കലാമത്സരങ്ങളോടെ നടന്ന വെക്കേഷൻ ബൈബിൾ ക്ലാസിന് ഇടവക വികാരി ഫാദർ ക്ലിമീസ് എൽദോ നേതൃത്വം നൽകി. മത്സര വിജയികൾക്ക് ഞായറാഴ്ച ദേവാലയത്തിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. എലിസബത്ത് രാജു, ഷിജോമോൻ എബ്രഹാം, ബിനീഷ് ബാബു, ബിന്ദു അജി, ടീന ജിനു, നീനു സിബിൻ, ജിൻസി സാജു, അനുപമ മനീഷ് തുടങ്ങിയവർ ക്ലാസുകൾ നയിക്കും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വിഷുവിന്റെ വരവറിയിച്ച് കൃഷ്ണവിഗ്രഹങ്ങൾ വ്യാപാരശാലകളിൽ ഇടം പിടിക്കുന്നു. വിവിധ വലിപ്പത്തിലും രൂപത്തിലുമുള്ള കൃഷ്ണവിഗ്രഹങ്ങളാണ് വ്യാപാരശാലകളിൽ അഴകുവിരിക്കുന്നത്. കേരളത്തിലെ കാർഷികോത്സവമാണ് വിഷു. മലയാള മാസം മേടം 1-നാണ് വിഷു ആഘോഷിക്കുന്നത്. വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. വിഷുദിനത്തിൽ പ്രാധാന്യമർഹിക്കുന്നത് കണി കണ്ട് ഉണരൽ തന്നെയാണ്. ജാതിമത ഭേദമന്യേ ഓരോ മലയാളിയും ഐശ്വര്യ സമ്പദ് പ്രതീകങ്ങളെ കണി കണ്ടുണരുന്നു. ഹൈന്ദവ വിശ്വാസികൾ പുല്ലാംകുഴൽ ഊതുന്ന ശ്രീകൃഷ്ണനെ കണി കാണുന്നു. അതുകൊണ്ട് തന്നെ വിഷുക്കാലം എത്തിയാൽ മലയാള നാട്ടിലെ വ്യാപാരശാലകളിൽ അഴകുവിരിച്ച ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ അണിനിരക്കും. വ്യാപാരശാലകളിൽ കൃഷ്ണ വിഗ്രഹങ്ങളുടെ നീണ്ട നിരയാണിപ്പോൾ കാണുന്നത്. വിഷുവിന് കണിയൊരുക്കുമ്പോൾ മലയാളികൾ കൊഴിച്ചുകൂടാൻ പറ്റാത്തതാണ് കണ്ണന്റെ വിഗ്രഹം. നീല നിറത്തിലുള്ള വിഗ്രഹങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറിയും. 200 രൂപ മുതൽ 2000 രൂപ വരെയാണ് ഇക്കുറി വിഗ്രഹങ്ങളുടെ വില. പൾപ്പും ഫൈബറും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളാണ് വിപണിയിൽ എത്തിയിട്ടുള്ളത്.
കഴിഞ്ഞ വർഷം വിഷു സീസണിൽ എത്തിയ വിഗ്രഹങ്ങളെക്കാൾ ഇരട്ടിയിലധികം വിഗ്രഹങ്ങളാണ് ഇക്കുറി വ്യാപാരശാലകളിൽ എത്തിയിരിക്കുന്നത്. വിഷു വന്നു ചേരുന്നു. എല്ലാവർക്കും വിഷു ആശംസകൾ. പിന്നെ കണി കാണാനുള്ള കൃഷ്ണന് നല്ല വിലയിലുള്ളത് കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്. അപ്പം നല്ലൊരു ഒരു രീതിയിൽ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. എല്ലാവർക്കും വിശ്വാസം. വിഷുപ്പുലരി അടുക്കുന്നതോടെ കൃഷ്ണ വിഗ്രഹങ്ങൾക്ക് ആവശ്യക്കാർ ഏറി വരും. ഒപ്പം പ്ലാസ്റ്റിക് കണിക്കുന്നയും ഇക്കുറി വിപണിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വിഗ്രഹങ്ങൾ വിപണിയിലെത്തിയപ്പോൾ തന്നെ വ്യാപാരം പൊടിപൊടിക്കുന്നതായി വ്യാപാരികളും പറയുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഗ്രീൻ കാർഡമം ട്രേഡിംഗ് കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട് 118, വിൽപ്പനയ്ക്ക് വന്നത് 27,623, വിൽപ്പന നടന്നത് 26,934. കൂടിയ വില 2,262, ശരാശരി വില 1,674. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 530 രൂപ, ഏലം കൂടിയ വില 1,600, ഏലം ശരാശരി വില 1,200. കാപ്പിപ്പരിപ്പ് 325, ഗ്രാമ്പു 925, കൊക്കോ 210, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,535 രൂപ, വെള്ളി 83. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇടുക്കി മണ്ഡലത്തിലെ അന്തിമ വോട്ടർ പട്ടിക തയ്യാറായി. അന്തിമ വോട്ടർ പട്ടികയിലുള്ളത് 12,51,189 വോട്ടർമാരെന്ന ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ ഷീബ ജോർജ്. DMKയുടെ പിന്തുണ സംബന്ധിച്ച് ഇടുക്കിയിൽ പുതിയ രാഷ്ട്രീയ നീക്കം. DMKയുടെ പിന്തുണ ഉറപ്പുവരുത്താൻ കോൺഗ്രസ് നേതൃത്വം തമിഴ്നാട് PCCയുമായി ചർച്ച നടത്തി. കോൺഗ്രസിന്റെ നീക്കം DMK ഇടുക്കി ജില്ലാ ഘടകം LDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ. വണ്ടിപ്പെരിയാർ മ്ലാമല പള്ളിക്കടിയിൽ മദ്യലഹരിയിലുണ്ടായ തർക്കത്തിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് തേങ്ങാക്കൽ 2nd ഡിവിഷനിൽ താമസിക്കുന്ന അശോക് കുമാർ. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളായ നിതീഷിനെയും വിഷ്ണുവിനെയും കാഞ്ചിയാർ കക്കാട്ടുകടയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കട്ടപ്പനയിൽ ഇറച്ചിക്കച്ചവടക്കാരുടെ കിടമത്സരത്തിനൊപ്പം നിന്ന ജനങ്ങളെ വിഡ്ഢികളാക്കി നഗരസഭയും. കഴിഞ്ഞ സാമ്പത്തിക വർഷം നഗരസഭയുടെ കീഴിലുള്ള മീറ്റ് സ്റ്റാൾ പ്രവർത്തിച്ചിരുന്നത് ഫിറ്റ്നസ് പോലുമില്ലാത്ത കെട്ടിടത്തിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.